2000 ഡിസംബർ, അതായത് 2000 തുടങ്ങുന്നത് നരസിംഹം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റാണ്. അതായത് ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ച ഹിറ്റാണ്. ആ ഹിറ്റിന് മുകളിലോട്ട് ഇനി ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് 2000 അവസാനിക്കുമ്പോൾ നിങ്ങൾ കുറച്ചു പേര് എല്ലാവരും കൂടി ചേർന്ന് ഒരു കോമഡി ഓഫ് എറേഴ്സ് കൊണ്ടുവന്നു ഇതുവരെയുമുള്ള എല്ലാ റെക്കോർഡുകളും അങ്ങ് ബ്രേക്ക് ചെയ്തു. തെങ്കാശിപട്ടണം എന്നാണ് ആ സിനിമയുടെ പേര്. ഉറപ്പായും അതിനകത്തെ കണ്ണ മുതലാളിയും ദാസപ്പ മുതലാളിയെയും നമുക്ക് KD കമ്പനിയെയും ഒരു രീതിയിലും മറക്കാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടുണ്ട് സുരേഷ് ചേട്ടൻ അതിനകത്ത് പറയുമായിരുന്നു ക്ലൈമാക്സിൽ ആരൊക്കെ ഇടപെട്ടു എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ സുരേഷ് ചേട്ടൻ പറഞ്ഞിരുന്നു അല്ലേ? ക്ലൈമാക്സ് എത്തുന്നതിന് ഒരു 40 മിനിറ്റ് മുമ്പുള്ള സെക്കൻഡ് ഹാഫില് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴുള്ള ഒരു ഏരിയയിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് വന്നു. അത് ലൊക്കേഷന് എൻ്റെ മുറിയിൽ കൊണ്ടുവന്നിട്ട് കേൾപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മുതൽ പടത്തിന് കൂവലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പ്രശ്നമായി. അപ്പോൾ പിന്നെ ആ പാട്ട് മാറ്റിയാൽ എങ്ങനെ? അന്നേരം പിന്നെ ലാലിൻ്റെ താടിയും മുടിയും ഒന്നും ഷേവ് ചെയ്യാനൊക്കത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലൈമാക്സ് എങ്ങനെ? ഭയങ്കര കൺഫ്യൂഷനായി. ലാല് നിലവിളി തുടങ്ങി എനിക്ക് എല്ലാം കൂടെ ഒരു 80 ലക്ഷത്തിൻ്റെ കടമുണ്ട്, 2 പേർക്ക് ഇപ്പോൾ അത് കൊടുത്ത് തീർത്തേ മതിയാവും, ഞാനിത് ഒരു ഷെഡ്യൂളിൽ തീർക്കണമെന്ന് പറഞ്ഞതാണ്, ഇത് പടം ഇങ്ങനെ ഇട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാല് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ റാഫി മക്കാട്ടൻ വന്ന് സംസാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്ക് സിദ്ദിഖ എന്ന് വരുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖ് ഫ്രണ്ട്സിൻ്റെ തമിഴ് ചെയ്യാൻ വിജയ് എടുത്ത് ഫൈനൽ സ്ക്രിപ്റ്റ് കറക്ഷൻ ഇരിക്കുക, അത് 2 ദിവസം കൊണ്ട് തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇല്ല ഞങ്ങളിതാ ഇവിടെ സ്റ്റക്കാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സിദ്ദിഖ് അത് തീർത്തിട്ട് സിദ്ദിഖ് എത്തി ഇപ്പോഴത്തെ അവസ്ഥ കേട്ടിട്ട് പറഞ്ഞ് കറക്റ്റ് അസസ്മെന്റ് ആണ്, അവിടെ മുതൽ കൂവല് തന്നെ ആയിരിക്കും, ഇത് നമുക്ക് ഇങ്ങനെ പോരാ, മാറ്റാമെന്ന് പറഞ്ഞ് മാറ്റിയ വേർഷനാണ് സിനിമയിൽ ഇപ്പോ ഉള്ളത്. ഞാൻ സലീം കുമാറേട്ടൻ്റെ 1-2 സിനിമകളൊക്കെ അഭിനയിച്ച് അന്ന് കാലത്ത് സലീമേട്ടന്റെ 42-ാമത്തെയോ 43-ാമത്തെ പടമാണ് തെങ്കാശിപട്ടണം. അങ്ങനെ അന്ന് സമയത്ത് അദ്ദേഹം കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്ന ഒരു പടത്തിൽ വരെ പോയി അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ അവസ്ഥകൾ എങ്ങനെ പരിതാപകരമായിട്ട് അങ്ങനെ ഇങ്ങനെ സിനിമകളൊക്കെ ഇല്ലാതായെങ്കിലോ എന്നൊക്കെ ഓർക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ട്രൂപ്പ് തുടങ്ങി, മിമിക്രി ട്രൂപ്പ് തുടങ്ങി. ആ ട്രൂപ്പില് ഞാനൊക്കെ ഉണ്ട്. ആ ട്രൂപ്പ് തുടങ്ങി അതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്താണ് ഈ തെങ്കാശിപട്ടണം കയറി റിലീസായിട്ട് സലീമേട്ടൻ കയറി ഒരൊറ്റ സ്റ്റാറാവലായിട്ട് നിന്ന് തിരിയാൻ പിന്നീട് സമയമില്ല. അതുപോലെ തന്നെ സലീമേട്ടൻ പറയുന്ന ഒരു കാര്യം കൊണ്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു സത്യമേവ ജയതേ എന്ന് പറയുന്ന സിനിമയില് ഒരു ജീപ്പിനകത്ത് നിന്ന് ലാപ്ടോപ്പ് കട്ടോണ്ട് പോകുന്ന ഒരു കള്ളന്റെ വേഷം, ആ കള്ളന്റെ വേഷം സുരേഷ് ഏട്ടൻ വിളിച്ചു കൊടുത്തതാണ് എന്നും അതാണ് സലീമേട്ടന്റെ ജീവിതത്തിൽ പിന്നീട് ബ്രേക്ക് ആയെന്നും പറഞ്ഞു. ഈ വീഡിയോ ഗെയിമാണ് സാറേ ഈ തെണ്ടിയുടെ തൊണ്ടി. തെങ്കാശിപട്ടണത്തിൽ ശരിക്കും സലീം കുമാർ ചെയ്യാനിരുന്ന റോള് ഇന്ദ്രൻസ് ആയിരുന്നു ചെയ്യാനിരുന്നത്, നമ്മുടെ സുരേന്ദ്രൻ കോസ്റ്റ്യൂമർ. അപ്പോ അന്ന് ഇന്ദ്രൻസിന് ഒന്നു തിരിയാൻ സമയമില്ല. എല്ലാ പടത്തിലും ഉണ്ട്. എല്ലാം ഈ 5 ദിവസം 10 ദിവസം കൊടുക്കുന്ന പടങ്ങളാണ്. അദ്ദേഹം പ്രധാന കഥാപാത്രമല്ല, പക്ഷെ അങ്ങനെയുള്ള ഒരു കുടുങ്ങലിൽ പെട്ടിട്ട് വരാൻ പറ്റിയില്ല. അന്ന് തൃപ്പൂണിത്തറയിൽ ഒരു തിയേറ്ററിൽ സത്യമേവ ജയതേ 50-ാം ദിവസം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓലക്കൊട്ടകയാണ്. ഞാൻ റാഫി മക്കാട്ടിൻ്റെ അടുത്തും ലാലിൻ്റെ അടുത്തും പോയി പടം കാണാൻ പറഞ്ഞു. ഇവർ കണ്ടുപിടിച്ചു ഇന്ന തിയേറ്ററിലുണ്ടെന്ന്. അങ്ങനെ അവിടെ പോയി കണ്ടിട്ടാണ് വിളിച്ച് പറഞ്ഞത് ഇല്ല നമുക്ക് ഇന്ദ്രൻസിന്റെ റോളിൽ സലീം കുമാർ മതി എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നത്. അതാണ് അതിന്റെ കണക്ട് ശരിക്കും. അങ്ങനെയാണ് കുതിരക്കാരനായിട്ട് കുതിരവണ്ടിക്കാരനായിട്ട് സിദ്ദിഖ് സാറായിട്ടുള്ള അടുപ്പം പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഹരിഹർ നഗറിൽ മാത്രമാണ് സുരേഷ് ചേട്ടൻ സഹകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു സിനിമ ഉണ്ടാവാൻ എന്താണ്, അല്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്? സിദ്ദിഖുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അതിന് മറുപടി സുരേഷ് ചേട്ടൻ പറയണ്ട. ഒരു സെക്കൻഡ്, അത് പറയാൻ ഒരാളുണ്ട്. ആര്? അവക്ക് മറുപടി ഒന്ന് വീഡിയോയില് കാണാൻ പറ്റുമോ? സുരേഷ് ഹരിഹർ നഗറിൽ അഭിനയിച്ചതിന് ശേഷം ഞാനും സുരേഷും ആയിട്ട് പ്ലാൻ ചെയ്ത ഒരു സിനിമയാണ് ആക്ച്വലി ഫ്രണ്ട്സ്. അതിനകത്ത് ജയറാമിന്റെ റോള് ആദ്യം സുരേഷ് ഗോപി ആയിരുന്നു. ആ സിനിമയില് സുരേഷിന് വരാൻ പറ്റിയില്ല. കാരണം സമാനമായ ഷൂട്ടിംഗ് ഡേയ്സ് ഷാജി കൈലാസിന്റെ ഒരു സിനിമ, രോമമണി ചെയ്യുന്ന ഒരു സിനിമ, അങ്ങനെ ഷാജി കൈലാസിന്റെ ആ പടത്തിന് വേണ്ടിയിട്ട് സുരേഷിന് പോകേണ്ടി വന്നു. നമുക്ക് വിഷു റിലീസായതുകൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് മാറ്റിവെക്കാനും പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ സിനിമ ക്യാൻസൽ ആയിപ്പോയി. ആ സിനിമ പിന്നെ നടന്നേയില്ല. അപ്പൊ അങ്ങനെ
ഒരു മിസ്സിങ് അതിനകത്ത് സംഭവിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സില് ജയറാമിന് പകരം ആ വേഷം സുരേഷ് ഗോപിയായിരുന്നു. അപ്പൊ സുരേഷുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കുന്നു. അസോസിയേറ്റ് ആകുന്നതിന് മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ ആയിരുന്നു പൂവിന് പുതിയ പൂന്തൽ. അന്ന് മുതലുള്ള ഞങ്ങളുടെ സൗഹൃദമാണ് സുരേഷ് ഗോപിയുടെ. ആ സൗഹൃദം ഇന്നും നല്ല രീതിയിൽ നിലനിർത്തി പോകുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് എൻ്റെ സിനിമയിൽ അധികം അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച നായകന്മാരെ പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ റിലേഷൻ എനിക്ക് സുരേഷുമായിട്ടുണ്ട്. വളരെ അപൂർവം പേരോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സുരേഷ് ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നസെന്റ് ചേട്ടനാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് വിളിച്ച് ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ ആ നിമിഷം അത് ശരിയാക്കി തരും, അത് പറഞ്ഞു തരുന്നത്. പക്ഷെ സുരേഷ് അങ്ങനെയല്ല. ഞാൻ വിളിച്ചു പറയുകയോ എന്നിൽ നിന്ന് അറിയുകയോ പോലും വേണ്ട എന്ന് പറയുകയായിരുന്നു. ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ മതി സുരേഷ് എന്നെ വിളിക്കും, സുരേഷ് എന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും, അതിന് പരിഹാരവും സുരേഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സൗഹൃദമാണ് സുരേഷുമായിട്ടുള്ളത്. എല്ലാ ആശംസകളും സുരേഷിന്റെ കലാജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാ ആശംസകളും പ്രാർത്ഥന. ഓൾ ദ ബെസ്റ്റ്. സിദ്ദിഖ് ചെയ്യുന്ന സിദ്ദിഖ് അല്ലെങ്കിൽ ലാൽ ഇവർ രണ്ടുപേരുടെ എനിക്കിപ്പോഴും സിദ്ദിഖ് ലാൽ സിനിമ വരണമെന്ന് പറയുന്ന സ്വപ്നം ബാക്കി നിൽക്കുകയാണ്. അത് നമ്മളൊന്നുമല്ല, യുവതലമുറയിലെ കുട്ടികളെ വെച്ചിട്ട് ചെയ്താലും മതിയാവും. പക്ഷെ സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ് സംവിധാനത്തിന് എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ സംവിധാനം ശശികുമാർ, അത് കഴിഞ്ഞ് സംവിധാനം IV ശശി, അത് കഴിഞ്ഞ് ഇപ്പോഴും നിലനിൽക്കുന്ന സംവിധാനം ജോഷി എന്ന് പറയുമ്പോൾ ഉള്ള ഒരു കരഘോഷം, അതൊരു ഇടിമുഴക്കമായിട്ട് തിയേറ്ററുകളിൽ വരുന്നതിന് അത് വലിയ ഒരു മൂല്യമാണ്. സിദ്ദിഖ് ലാൽ, അതാണ് എൻ്റെ സ്വപ്നം. സിദ്ദിഖ് ചെയ്യുന്ന സിനിമകളിൽ എനിക്ക് പറ്റിയ റോൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും വരും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ക്രോണിക് ബാച്ചിലറൊക്കെ ഭയങ്കര ഇഷ്ടമായ, ശരിക്കും പറഞ്ഞാൽ കൊതിച്ചിട്ടുണ്ട് അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അയ്യോ അതെ.